ഒരു കാല് ബ്ലോക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യണം. വാച്ചൊക്കെ മാറ്റി വാച്ചൊക്കെ വെച്ചിട്ട് ചെരുപ്പൊന്നും ഇട്ടില്ല. കാലിനാണ് ഓക്കെ തന്നെ ചെയ്യണം. വീടെടുക്കണം. എക്സാമിനൊരു ഇതാണ്. ബാക്കി തീയതി കാര്യങ്ങളെല്ലാം പഠിച്ചോളാം. അതുപോലത്തെ കട്ടർ വന്നിട്ട് വലിയ കട്ടർ അതിനകത്ത് ഈ കട്ട് ചെയ്യുമ്പോഴുള്ള സ്പോർട്സ് മെഷീനെ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ 3 കണക്ഷൻ കൊടുക്കും. ഡൈനാമിക് അകത്ത് വെച്ച് ചെയ്യണം. എക്സ് വൈ സെഡ് കൊടുക്കുക. ഞാൻ കാണിച്ചത് എക്സ് വൈ സെഡ് കൊടുക്കുക. എക്സ് വൈ എന്താ വൈ എക്സ് ഇസഡ് ഡെപ്തിൽ കൊടുക്കുക. ഈ 3 വേർഡ്സും മെഷർ ചെയ്യും. 3 വർഷം അതിനകത്ത് മെഷർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ലോഡ് വരുമ്പോൾ അത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് മെഷർ ചെയ്യും. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നൊരു ഫോഴ്സ് ഡെപ്ത് ഓഫ് കട്ട് വേരി ചെയ്തുകൊണ്ട് RPM ഫീഡ്, അതായത് ഈ മൂവ്മെൻറ്റും റൊട്ടേഷനും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് 3 ഫീഡ് ചെയ്യും. 3 ഡെപ്ത് ഓഫ് കട്ട് ചെയ്യും. 0.1 അത് ഡെപ്ത് ഓഫ് കട്ട് ഇതിനകത്താണ് ചെയ്യുന്നത്. ഇത് കൈ കൊണ്ട് കറക്റ്റ് കൈ കറക്കിയാൽ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെങ്ങനെ മൂവ് ചെയ്യും? ഇതിങ്ങോട്ട് ചേർത്ത് ലോക്ക് വേണം. അതിന് കറക്റ്റ് ലോക്ക് വീണില്ല. ഇത് കറങ്ങണം. കണ്ട കറക്ക് അങ്ങനെ കറക്ക്. ഓക്കെ, ഇത് താഴോട്ട് പോവുകയാണ്. മുകളിലോട്ട് വയ്ക്കാൻ കറക്ക്. ഇതിൻ്റെ ഡിവിയേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കറങ്ങും. കണ്ട തലമാറ്റ്. ഇതിപ്പോൾ 0. ഇത് 0.01, 0.02, 0.03, 0.04 അല്ല 0.02, 0.04, 0.03, 0.08, 0.1, 1.2, 1 അല്ല 0.12, 0.14 അങ്ങനെ അങ്ങ് പോകും. ഇത് കൈ ഇതൊക്കെ അങ്ങ് പറഞ്ഞ ഡെപ്ത് മാറത്തില്ല. പക്ഷേ ഇനി കൈ കറക്കിയ കറക്ക് കണ്ട ഇപ്പം 0.1 മാറിയതുണ്ടോ? അങ്ങനെയാണ്. അപ്പം ഇതിന് പോലെ ഓട്ടോമാറ്റിക് ഫീൽഡ് നോക്കിയോ. ഈ പോയിൻ്റ് കടന്നാൽ ന്യൂട്രലാണ്. ഈ പോയിൻ്റ് ആണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ വെച്ചിട്ട് മെഷീൻ ഓൺ ചെയ്താൽ കേട്ടോ താഴോട്ട് പോവുകയാണ്. ഓട്ടോമാറ്റിക്കായി താഴോട്ട് പോവുകയാണ്. ഓട്ടോമാറ്റിക് മുകളിലോട്ട് കയറുകയാണ്. ഓക്കെ, അത് റേറ്റ് കൊടുക്കുന്നതിനകത്താണ്. ബിൽഡിംഗ് പ്രശ്നത്തിൽ പുറമേ ഇതാണ് ഓഫ് ചെയ്യണത്. ഇത് റാപ്പിഡായിട്ട് പോകും. ഇത് അപ്പ് ആൻഡ് ഡൗണിനാണോ? അത് ഡൗണ് ദപ്പ്. കൈ മാറ്റി ഓക്കെ. ഇത് മാറ്റി കഴിഞ്ഞാൽ സൈഡ് ടു സൈഡ് ഇത് പോകുന്നില്ല. ഇത് മെഷീൻ ഓൺ ചെയ്യും. അതായത് 5 പൊസിഷനാണ്. ഇത് ന്യൂട്രൽ. ഇതിട്ട് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട്. ഇത് റാപ്പിഡ്. അതാണ് ക്ലച്ചാണ് കേട്ടോ. ഇത് മാത്രം ക്ലച്ച്. ഇത് മാത്രം ലിവറാണ്. ഇതാണ് ഈ മൂവ്മെൻറ്റ്. ഇത് ഇതാണ് ന്യൂട്രൽ. ഒരു ഡയറക്ഷൻ. ഇത് റാപ്പിഡ്. ന്യൂട്രൽ റാപ്പിഡ് 5 പേഴ്സൺ. ഓക്കെ, മെഷീൻ ഓൺ ചെയ്താൽ തന്നെ ഓടും. നോക്കിയോ, ഈ മൂവ്മെൻ്റാണ്. ഈ മൂവ്മെൻ്റ് ആരാ ഡിസൈൻ ചെയ്തത്? കണ്ടോ,
ഇത് 40, ഇത് മാറ്റാൻ പറ്റും. ആ ഏ? അത് ഇറക്കി അല്ല, ഇത് 56, ഇത് 80, ഇത് 40, 28 അങ്ങനെ അങ്ങനെ പല പല ഫീഡ് കിട്ടും. RPM സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ കിടക്കുന്നത് 65-ലാണ്. ആ ഇങ്ങോട്ടിട്ട ഈ സ്പീഡ് കിട്ടും, ഇങ്ങോട്ടിട്ട 90 കിട്ടും, ഇത് 65. ഇപ്പം മാറ്റിയാൽ ഇതിപ്പോൾ 123, 90, 150. അങ്ങനെ ഏറ്റവും കുറഞ്ഞ 3 ഫീഡ് സെലക്ട് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ 3 ഫീറ്റ്. ആ അതിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ 90 വെച്ചുകൊണ്ട് ഇപ്പം ഇത് 85, ഇത് 90 വെച്ചുകൊണ്ട് ഡെപ്ത് ഓഫ് കട്ട് കോൺസെൻട്രേറ്റ് നിർത്തിയിട്ട് ഡെപ്ത് ഓഫ് കട്ട് അങ്ങനെ 0 വയ്ക്കുന്നു. എന്നിട്ടിത് ഇറക്കി അങ്ങനെ ഇറങ്ങട്ടെ. ഇതെല്ലാം ക്ലച്ച് മോഡലാണ്. ആ ചേർത്ത് വിളിച്ചിട്ട് കിടക്കും. ആ തിരിച്ച് കിടക്കും. പിന്നോട്ട് അവിടേക്ക് നിൽക്കട്ടെ. ഇത് ഡെപ്ത് സെറ്റ് ടച്ച് ചെയ്യണം. ആ ടച്ച് ചെയ്യണം. ഇപ്പം നമ്മൾ കോൺസ്റ്റന്റ് ചെയ്തത് RPM. ആ കറങ്ങട്ടെ. ഇപ്പം ടച്ച് ചെയ്തിപ്പോണ്ട് ഇതിനെ കൈ കൊണ്ട് 0 ആക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡെപ്ത് എത്ര വേണം? ഇപ്പം നമ്മളൊരു കണ്ടീഷൻ ചെയ്യാൻ പോകുന്നത് 0.1 mm ഡെപ്തിൽ 0.1 mm ഡെപ്തിൽ 0 മാറി 0.1 mm ഡെപ്തിൽ ഫീഡ് ഒരു 40 ഫീഡിൽ 65 RPM ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇത് ടൈറ്റ് ചെയ്തല്ലോ. എടാ ടൈറ്റ് ആയില്ല അത്. ഓക്കെ മെഷീൻ ഓൺ ചെയ്തു. സ്പീഡ് കുറവാണ്. ഈ സമയത്ത് ആ ഡിസ്പ്ലേയിൽ 3 XYZ റീഡിംഗ് ആണ്. ഞാൻ റീഡിംഗ് എത്തുമെന്ന് എഴുതണം. ഇത്രയേ ഉള്ളൂ. കണ്ടീഷൻ ഇതാണ്. ഈ 3 സാധനമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേരി ചെയ്തുകൊണ്ട് മറ്റൊന്ന് പോസിറ്റീവ് വയ്ക്കും. ടാബ്ലറ്റ് കൊണ്ട് നോക്കുമ്പോൾ അറിയാം. ഇത് ഫീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇത് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഇത് RPM. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് 0 ലെവലിൽ പോയില്ലേ, വീണ്ടും ഇത് 0 പിടിച്ച് വെച്ചിട്ട് ടാബ്ലറ്റ് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഓട്ടോമാറ്റിക് റാപ്പിഡൊന്നും കൊടുക്കണ്ട, തന്നെ പിടിക്കുക. ഇത് അപ്പ് ആൻഡ് ഡൗണിനാവുക. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഫീഡ് സെലക്ഷൻ. ഇതിട്ടാൽ നമുക്ക് ഈ ആരോ നോക്കി, ഈ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഈ ആരോ 2 and 5 ആണ്. അതുകൊണ്ടാണ് ഓട്ടോ ഇട്ടപ്പോൾ ടേബിൾ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൗൺവാർഡ് ഇട്ടിരുന്നെങ്കിൽ ഈ മെഷീൻ ചെയ്താൽ ടേബിൾ പോകുന്നു. പിന്നെ വേറെ ഒന്നുണ്ട്, അത് ഇങ്ങനെ ഇരിക്കും, ഇംഗ്ലണ്ടായിട്ട് ഇരിക്കും. അതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഇതും വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഇതും. അതായത് ഇത് ഏത് ഗിയറിൽ ഏത് പൊസിഷനിൽ കിടക്കുന്നോ അതിൻ്റെ മൂവിലോട്ടോ, അപ്പിലോ താഴോട്ടോ, ലെഫ്റ്റിലോ റൈറ്റിലോ, ഫ്രണ്ടോ ബാക്കോ, അതായത് ഡിസൈഡ് ചെയ്യും. നമ്മൾ ഓട്ടോ ഫീഡിട്ട് അതിലേ പോകത്തുള്ളൂ. ഇപ്പം കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? വീണ്ടും തിരിച്ചുകൊണ്ട് പോകണം. തിരിച്ചുകൊണ്ട് പോകും. അത് ലോക്ക് ഗിയർ എടുക്കുന്നുണ്ടോ? ന്യൂട്രൽ പോട്ടെ. തിരിച്ചു
ഇനി അപ്പ് ബില്ലിങ് നമ്മൾ അവിടെ നിന്ന് വേണം വരാനുള്ളത്. ആ കാര്യം ഇതിങ്ങനെ കണക്കൊണ്ടിരിക്കുക അപ്പ് ബില്ലിങ്ങാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ 0 ആക്കിയത്. നമുക്കിവിടെ ഡെപ്ത് മാറ്റണമെങ്കിൽ 0.12 ഡെപ്ത് കൊടുത്തു. 1.2 കൊടുക്കും. ഒരു ഡിവിഷനുകൾ മാറ്റി, അതായത് മൊത്തം 0.1, ഇതിനിടയ്ക്ക് 5 ഡിവിഷനുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് മാറ്റുന്നു. ഇനി 0.12 ഡെപ്തിലുള്ള ഇത് കിട്ടും. ഇപ്പോൾ ഞാൻ ഡെപ്ത് മാറ്റി, ഇനി അടുത്ത ഇത് കോൺസ്റ്റന്റ് വെച്ചുകൊണ്ട് ഇനി അതിലെ 0.1 തന്നെ വേണമെങ്കിലോ 0.1 വരെ തിരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതറിഞ്ഞൂടെ, സെറ്റിംഗ് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? ഇതിൽ ഏത് ചേഞ്ച് ചെയ്യുന്ന ഇത് 3 ഇതിലേതെങ്കിലും ഒന്ന് കോൺസ്റ്റന്റ് വയ്ക്കുക. ഇപ്പം ഞാൻ ആദ്യം 0.1 ആയിരുന്നു, ഞാനതിനെ ഇപ്പോൾ 1.12 ആക്കി. ചെയ്ത് കഴിയുമ്പോൾ ഒരു ലെയർ പോയില്ലേ, ഒരു ലെയർ പോയി കഴിഞ്ഞാൽ 0 ആയില്ലേ അവിടെ. വീണ്ടും 0 സെറ്റ് ചെയ്യണ്ടേ? ഒരു 0 സെറ്റ് ചെയ്തിട്ട് വീണ്ടും 0.12 വെച്ചു. അതല്ല, നിങ്ങൾ 0.1 മതി, 0.1 വെച്ചാൽ മതി. 0.2 ആണെങ്കിൽ 0.2 വെച്ചാൽ മതി. ഫോഴ്സ് കിട്ടുന്നത് ഇത് കട്ട് ചെയ്യുന്ന ലോഡ് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്തെ ഇവിടെ 3 കണക്ഷൻ കൊടുക്കും. അത് XYZ ബാക്കിൽ എക്സിലേക്കുള്ള വയർ, ഇത് XYZ കിട്ടും. എന്താ എക്സിലേക്കുള്ള വയറുണ്ട്, അത് അതിൻ്റെ എക്സിൽ കൊടുക്കുക. Y പിടിച്ച് അതിൻ്റെ Y കൊടുക്കുക, Z പിടിച്ച് അതിൻ്റെ Z കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ലൈറ്റ് കത്തും. സപ്ലൈ കൊടുക്കുന്നത് ഇത് 3 0 പ്ലസ് ചെയ്യുമ്പോൾ 0 ആവും. റീസെറ്റ് ചെയ്യണം. എന്നിട്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് വരുമല്ലോ, ആ ലോഡ് ഇതിനകത്ത് എക്സ് എത്ര അത് ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. കിലോഗ്രാം ഫോഴ്സ്